ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു പ്ലം കേക്കാണ് കേട്ടോ. കടയിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓവൺ ഇല്ലാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ. ഒരു പാനിലേക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പഞ്ചസാര തന്നെ ചൂടാകുമ്പോൾ ഇതുപോലെ ബ്രൗൺ കളറായി വരും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിക്കായി വരുമ്പോൾ ഒരു 1/2 കപ്പ് കാരമൽ സിറപ്പ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ളതിലേക്ക് 1 കപ്പ് ഫ്രഷ് ജ്യൂസ്, ഓറഞ്ചിൻ്റെ ജ്യൂസ് നന്നായി അരിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ടൂറ്റി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈന്തപ്പഴം 1/2 കപ്പ് ഉണക്കമുന്തിരി, ഒരു 1/4 കപ്പ് കാഷ്നട്ടും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറി വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ, ഞാനിതിൽ ചേർക്കുന്നില്ല. ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കൂടുതൽ ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു തിക്കായി വരണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നല്ല പഴുത്ത ഓറഞ്ചിൻ്റെ തൊലി അതിട്ട് കൊടുക്കുന്നുണ്ട്, പൊടിയായി അരിഞ്ഞത്. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതുപോലെ ആയി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഇളം ചൂടോടെ തന്നെ ഒരു 3 ടീസ്പൂൺ മൈദ ചേർക്കണം. 3 ടീസ്പൂൺ ചേർത്ത ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം, ഇതൊന്ന് തണുക്കട്ടെ. ഇനി ഒരു പാത്രം എടുക്കുക, അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ്, 2 ടീസ്പൂൺ പട്ട, ഗ്രാമ്പു, ചുക്ക്, ജാതിക്ക, ഇത് എല്ലാം കൂടെ പൊടിച്ചത് 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. 2 തവണ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ജാറിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് കൊടുക്കണം. ഇനി ഒരു 6 ടീസ്പൂൺ പഞ്ചസാര, ഒരു കോഴിമുട്ട, അതും കൂടെ ചേർക്കാം. വാനില എസൻസ് ഒരു 2 ടീസ്പൂണ്, ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് 1/2 കപ്പ് നന്നായി തണുത്ത ശേഷം ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചലിച്ച് വെച്ചിട്ടുണ്ടല്ലോ മൈദയുടെ പൊടി, അത് ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇല്ലേ, അത് മിക്സ് ചെയ്തത് അതും കൂടെ ഒഴിക്കാം. കുറേശ്ശെയായി ഒഴിച്ചിട്ട് ഇത് മൈദയും ഈ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം നല്ലപോലെ ഒന്ന് നല്ല കട്ടയില്ലാതെ വരണം, നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്നിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ മൈദ കട്ടയായി പോകും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ബാറ്റർ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ജാറിൽ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ബട്ടറും
പഞ്ചസാരയും എല്ലാം കൂടെ ചേർത്തിട്ട് ഇതും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബട്ടർ പേപ്പറിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാൻ 1 കിലോ കൊള്ളുന്ന കേക്കിൻ്റെ ഒരു അളവിലാണ് കേട്ടോ ഞാൻ പാത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ഷേപ്പിൽ ബട്ടർ പേപ്പർ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡും ഇതുപോലെ ഒന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പാത്രത്തിൽ ബട്ടർ തേച്ച് കൊടുത്താൽ മതി. ഇനി കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. ബട്ടർ പേപ്പർ ഇതൊക്കെ ഇങ്ങനെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ബട്ടർ പേപ്പർ കറക്റ്റായി വെച്ച ശേഷം ഒന്ന് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി ഇതിനെ ഒന്ന് തട്ടി കൊടുക്കണം. ഇതിൻ്റെ എയർ ബൗൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 2-3 തവണ ഇതുപോലെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് അടിഭാഗമൊക്കെ ഒന്ന് സെറ്റായി വരും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇത് വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ. ഇനി ഒരു അടിവട്ടമുള്ള ഒരു അലുമിനിയം പാത്രം എടുക്കുക. അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ചൂടായ ശേഷം കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഒരു മൂടി വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ആവി പുറത്ത് പോകാത്ത തരത്തിൽ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു വെയിറ്റുള്ള സാധനം ഒന്ന് വെച്ച് കൊടുക്കുക മുകളിലേക്ക്. എന്നിട്ട് 1 മണിക്കൂർ കുക്ക് ചെയ്തെടുക്കുക. ഒരു മണിക്കൂർ ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കട്ടെ. ഇത് കയ്യിൽ ഒട്ടുന്നില്ലെങ്കിൽ ഇത് ഉൾഭാഗമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ആറിയ ശേഷം ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇത് തണുത്ത ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ല ശരിയായി വന്നാൽ മാത്രമേ നമ്മൾക്ക് ഇതുപോലുള്ള പ്ലം കേക്ക് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൊണ്ട് അമർത്തണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.